ഇന്നലെ ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവൃത്തി കാണാൻ വേണ്ടിയിട്ട് 2 തിയേറ്ററിൽ പോയി നിങ്ങൾ വോട്ട് പ്രകാരം. പക്ഷേ രണ്ടിടത്ത് ഷോ കളിച്ചില്ല. അപ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു പടം കാണണമെന്ന് വിചാരിച്ച് കണ്ട സിനിമയാണ് അൻപേ ഡയാന. ഇതൊരു റൊമാൻറ്റിക് കോമഡി പടമാണ്. സംവിധാനം ചെയ്തിരിക്കുന്നത് പാരി ഇലവഴകൻ. ഇദ്ദേഹം തന്നെയാണ് നായകൻ. ഈ പടം നമുക്ക് ഒരു 2-2.5 മണിക്കൂർ ബോറൊന്നും ഇല്ലാത്ത നല്ല രസത്തിൽ കണ്ടിരിക്കാവുന്ന ഒരു റൊമാൻറ്റിക് കോമഡി പടം, ഫൺ എൻ്റർടൈനർ. ഇതിലെ അട്രാക്റ്റീവ് ഫാക്ടേഴ്സ് കുറേ ഉണ്ട് ഇതിനകത്ത്. ഒന്ന്, ഇതിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമലി ഉള്ള ഒരു ക്ലീഷേഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അല്ല. ഇതിലൊരു വെറൈറ്റി ഉണ്ട്. ഇതിൽ നായകൻ്റെ കുടുംബം എന്ന് പറയുന്നത് തെലുങ്ക് പശ്ചാത്തലമുള്ള കുടുംബം, തെലുങ്കും തമിഴും സംസാരിക്കുന്ന അങ്ങനത്തെ ആൾക്കാർ. ഇത് പെരമ്പത്തൂര അവിടെ എവിടെയാണ് കഥ നടക്കുന്നത്. നായിക എന്ന് പറയുന്നത് ആംഗ്ലോ ഇന്ത്യൻസ്. അപ്പോൾ ഇവരുടെ കൾച്ചറൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഇവർ തമ്മിൽ പ്രേമത്തിൻ്റെ അത് കഴിഞ്ഞുണ്ടാകുന്ന കൺഫ്യൂഷൻ, ഇതങ്ങോട്ട് സെറ്റാവോ ഇല്ലയോ, ഇത് ഒഴിവാക്കിയാലും കുഴപ്പമില്ലല്ലോ, അല്ലെങ്കിൽ ഇത് സ്നേഹമുണ്ട് കെട്ടണോ, ഇങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നുണ്ട്. ഈ പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ നടക്കുമോ ഇല്ലയോ, പക്ഷേ ഇഷ്ടമാണ് താനും, അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ്റെ ഇടയിൽ കൂടി പോണ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു കൺഫ്യൂഷൻ കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ക്യാരക്ടേഴ്സിൻ്റെ അടുത്ത് കണക്ഷൻസ്, അവരുടെ ഇമോഷൻ കണക്ഷൻ വർക്കൗട്ട് ആവുന്നില്ല. പക്ഷേ അതല്ല ഇതിൻ്റെ സംഭവം. ഇത് ഫണ്ണാണ്. ഇങ്ങനെ പോവുകയാണ്. ഇതിൽ ഇദ്ദേഹം ഈ പാരി എന്ന് പറയുന്നത് ആദ്യം കണ്ടപ്പോൾ ഇത് വേട്ടവളി എന്നാണ് എനിക്ക് തോന്നിയത് പടം തുടങ്ങി. പക്ഷേ പിന്നെ പോയ ഇവൻ്റെ കഥാപാത്രത്തിൻ്റെ ഇമോഷൻ വന്ന സമയത്ത് ഒരു രസമായിട്ട് ഭയങ്കര കുളമാക്കേണ്ട സാധനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തതായിട്ടാണ് എനിക്ക് അവനെ തോന്നിയത്. ചേരൻ, ഈ ചേരനെ നിങ്ങൾക്കറിയാം, നമ്മുടെ വീടുതല 2-ലേക്കുള്ള പോലീസുകാർ, ഭയങ്കര സീരിയസ് ആയിട്ട് റോളുകൾ ചെയ്യുന്ന ആൾ, MLA, പോലീസ്, ഈ റോളൊക്കെയാണ് സ്ഥിരമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ഈ നമ്മുടെ തമിഴ് പടം 2-ൽ അതുപോലെ ഒരു കോമഡി പോലീസുകാരൻ്റെ, സീരിയസ് ആയിട്ടുള്ള പോലീസുകാരൻ്റെ കോമഡി ആയിട്ട് സ്പൂഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേ രസിച്ച് ഇയാൾ അപാര ടൈമിംഗ് ഉള്ള ഒരു കോമഡി ആക്ടറാണെന്ന്. ഇതിൽ ഇയാളെ തൂക്കിയടിയാണ്. ഇയാൾ നമ്മളെ പഴയ സിനിമയിലൊക്കെ കൊച്ചി ഹനീഫയൊക്കെ കാണിക്കില്ലേ, നല്ല സീരിയസ് ആയിട്ടുള്ള മുഖം വെച്ചുകൊണ്ട് കോമഡി ചെയ്യണത്. തുടക്കം മുതൽ അവസരം വരെ ഇയാൾ ഭയങ്കര ചിരിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പടം തൂക്കിയത്. പിന്നെ 2 പരിതാപങ്ങൾ ഗോപി. പരിതാപങ്ങളിലെ മറ്റേ സുധാകർ, ഇതിനു മുമ്പേ മറ്റേ ഇതേ മുരളി സിനിമയിലുണ്ടായിരുന്നു. ഇത് ഗോപി. ഇവൻ ഒരു ഭയങ്കര വെറൈറ്റിയാണ് ഉള്ളത് സംസാരിച്ചിരിക്കുന്നത്. ആദ്യം കണ്ടപ്പോൾ വിറപ്പിക്കില്ലായിരുന്നു. പിന്നെ നോക്കിയാൽ ക്യാരക്ടർ അങ്ങനെയാണ് ഉള്ളത്. ഇല്ലമ്മ അപ്പടിയുള്ള പേസുള്ളമ്മ, ഇങ്ങനത്തെ ഒരു സംസാരമാണ്. ഭയങ്കര രസമായിരുന്നു. കുറേ കോമഡി അവൻ്റെതുണ്ടായിരുന്നു. പിന്നെ നായികയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് രമ്യ രംഗനാഥൻ. പുള്ളിക്കാരി ആംഗ്ലോ ഇന്ത്യൻ. അവളെ പക്ഷേ ആ സിനിമോട്ടോഗ്രഫി വെച്ച് അവളെ ഭയങ്കര ക്യൂട്ടായിട്ട് ഭയങ്കര രസമായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. നല്ല രസമാണ് അവൾ കണ്ടുകൊണ്ടിരിക്കുക സിനിമയിൽ. അതുപോലെ അവരുടെ ഒരു ഫാമിലി, അവളൊരു അച്ഛനുണ്ട്, അവൻ്റെ അഭിനയം. പിന്നെ റോജയാണ് ഈ നായകൻ്റെ അമ്മയായിട്ട് വന്നിരിക്കുന്നത്. പുള്ളിക്കാരി ഗംഭീരം. ഒരു ജാതി, നമ്മളെ ആൾക്കാർ, ഓർത്തഡോക്സ് ആയിട്ടുള്ള കൾച്ചറിൽ അത്രമാത്രം അടിച്ച് വിശ്വസിക്കുന്ന, വീട്ടിൽ ഇറച്ചി ഒന്നും കയറ്റാത്ത ഒരു അമ്മ, ടിപ്പിക്കൽ ഒരു അമ്മ. അപ്പം ഇതെല്ലാമാണ് ഇവൻ്റെ പ്രശ്നം. ഇവിടെ മനസ്സമാധാനം പോകുമോ എന്നുള്ളതൊക്കെയാണ്. പിന്നെ ഇവൻ്റെ പെങ്ങളായിട്ട് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട്. പുള്ളിക്കാരി നല്ല അഭിനയമായിരുന്നു. ഇതിൽ പിന്നെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ, ഒരു സിനിമകളും അങ്ങനെ കാര്യമായിട്ട് അഡ്രസ്സ് ചെയ്യാത്തൊരു സാധനമുണ്ട്. അതായത് അമ്മ വളർത്തുന്ന, അമ്മയുടെ വാക്കുകളുടെ അപ്പുറം പോവാത്ത മകൻ, ഭയങ്കര സ്നേഹനിധിയായിട്ടുള്ള മകൻ, അതുപോലെ അല്ലെങ്കിൽ മകൾ, വോട്ടെവർ. ഇതിൽ ചെന്ന് കയറുന്ന പെണ്ണിൻ്റെ അല്ലെങ്കിൽ പയ്യൻ്റെ ജീവിതം പോക്കാഞ്ഞോട്ടെയാണ്. ഇവൾ അമ്മ പറയുന്നത് മാത്രമേ കേൾക്കുക. അങ്ങനെ അമ്മക്കുട്ടിയായിട്ടേക്ക് വരുന്നത് അത് ഭയങ്കര പാടാണ്. അവിടെ എങ്ങനെ പോയാലും ഈ വന്ന് കയറുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്ന പയ്യന് സെക്കൻഡ് പ്രിവിലേജ് കിട്ടുള്ളൂ, ആ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ പയ്യൻ്റെ ഭാഗത്ത് നിന്ന്. ഈ ഒരു സാധനം ഗംഭീരമായിട്ട് ഇതിൽ അഡ്രസ്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അത് സിനിമയായിട്ട് കണക്ട് ചെയ്ത്, മെയിൻ കോറുമായിട്ട് കണക്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്നതും ഭയങ്കര രസമായിട്ട് തോന്നി. പക്ഷേ ഈ പടം ഇത് കുറേ ചിരിക്കാനൊക്കെ ഉണ്ട്, രസമുള്ള ഇതുണ്ട്, നല്ല സിനിമോട്ടോഗ്രഫി. പക്ഷേ ഇടയ്ക്ക് കുറച്ച്, അതായത് സെക്കൻഡ് ആക്ട് വരുന്ന സമയത്ത് ഇവൻ ഇപ്പോൾ കെട്ടിയാൽ എന്തിനും കെട്ടിയില്ലെങ്കിൽ എന്തിനും നമുക്ക് ആ ലവ് ഫീൽ ചെയ്യണ്ടേ. തുടക്കം ഇവരെ പ്രേമമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഭയങ്കര രസമായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇവർ പണ്ടേ മുതലേ അവളെ ഇഷ്ടമാണ്, പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അവൾ ഫ്രണ്ട് സർക്കിളിൽ വച്ചിരിക്കുകയാണ്. അവളെപ്പോഴും മറ്റത് മാറുമെന്നുള്ളതും അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയെടുത്ത സീനും അതൊക്കെ രസമായിരുന്നു. പക്ഷേ ഇവന് ഈ കൺഫ്യൂഷൻ വരുന്ന സമയത്ത് ഇവൻ്റെ ജീവിതത്തിന് ഇവളെ കെട്ടാതിരിക്കുകയാണ് നല്ലതെന്നുള്ള സാധനം നമുക്കും തോന്നും. അപ്പോൾ പിന്നെ ആ ഒരു കണക്ഷൻ പോയി. അതുകൊണ്ട് 1-2 അടുത്ത് കുറച്ച് പ്രശ്നമായിട്ട് തോന്നി. എന്നിരുന്നാലും ബോറടിക്കാതെ, ലാഗടിക്കാതെ ഒരുപാട് ചിരിച്ച് 2.5 മണിക്കൂർ രസമായിട്ട് ഒരു സന്തോഷത്തോടെ നമുക്ക് സിനിമ കണ്ട് പുറത്തിറങ്ങാമെന്നുള്ള രീതിയിൽ എടുത്തു വച്ചിരിക്കുന്ന ഒരു സിനിമയാണ്
നമ്മുടെ ഈ പറയുന്ന അൻപേ ഡയാന ഭയങ്കര ഭീകര സംഭവമൊന്നുമല്ല കേട്ടോ. നമ്മുടെ മറ്റേ പ്രേമലു ഒന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത് പോകണ്ട. പക്ഷേ ഇതൊരു വെറൈറ്റിയാണ്. ഇതിൽ കഥാപാത്രങ്ങളൊക്കെ വെറൈറ്റിയാണ്, ആ ഒരു പശ്ചാത്തലം വെറൈറ്റിയാണ്. അതിൻ്റെ പുതുമയിൽ നമുക്കൊരു വൗ ഫാക്ടർ സിനിമ തരും തീർച്ചയായിട്ടും എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾ എന്തായാലും ഇത് തിയേറ്ററിൽ കണ്ടെന്നുകൊണ്ട് നിങ്ങൾ സമയവും പൈസയും വേസ്റ്റ് ആയതായിട്ട് ഒരിക്കലും എനിക്ക് തോന്നിയില്ല. പിന്നെ ഭരത് ശങ്കറിൻ്റെ മ്യൂസിക് നല്ല രസമായിരുന്നു, പാട്ടൊക്കെ നല്ല ഫ്ലോയിൽ ഒഴുകി പോകുന്നുണ്ടായിരുന്നു. ഷെല്ലി കലിസ്റ്റ് ആണ് ഡയറക്ടർ ഓഫ് ഫോട്ടോഗ്രാഫി, നല്ല വർക്ക്. അപ്പോൾ ഇതാണ്. ഇപ്പോൾ ഇതിൽ കുറേ വെറൈറ്റി ആൾക്കാരുണ്ട്. ഒന്ന് പരിതാപങ്ങൾ ഗോപി, ചേതൻ, റോജ, പിന്നെ നായികയും അങ്ങനെ നമ്മൾ പരിചയമുള്ള ആൾക്കാരൊന്നും അല്ലേ. നായികയുടെ അച്ഛനായിട്ട് വന്ന പുള്ളിക്കാരൻ്റെ പേരുണ്ട്, അവനും അടിപൊളി, ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇവരുടെ ഈ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടാവുന്ന കോമഡി ഉണ്ടല്ലോ, അതൊക്കെയാണ് ഇതിലൊരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവരെ കാണുമ്പോൾ തന്നെ ഒരു പുതുമ നമുക്ക് ഫീൽ ചെയ്യും. ഈ സിനിമ കാണുമ്പോൾ നോർമലി ഉള്ളൊരു ക്ലീഷ്യ സാധനം അല്ല കാണുന്നതെന്നുള്ളൊരു ഫീൽ ഉണ്ടാവും. എന്നാൽ ഒരു ഭയങ്കര ഭീകര സാധനമൊന്നുമല്ല, രസമായിട്ട് കണ്ടുകൊണ്ടിരിക്കാവുന്ന ഒരു സിനിമ. എന്തരാ വരട്ടെ.